അതിൻ്റെ 9-ാമത്തെ വാക്യം, യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു കണ്ടിട്ട് ആശ്ചര്യപ്പെടുന്ന നിലയിലുള്ള വിശ്വാസം. ഇത് ആർക്കാണ്? ഒരു വിജാതീയനായ ശതാധിപൻ. താൻ പറയുകയാണ്, ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു, എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. ശതാധിപൻ ഇതാ പറഞ്ഞത്, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകും, ഞാൻ വരിക എന്ന് പറഞ്ഞാൽ വരും, ഞാനത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. പക്ഷേ അവൻ അറിയാമായിരുന്നു, എനിക്ക് കേവലം മനുഷ്യരോട് മാത്രമേ കൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ യേശു എന്ന് പറയുന്നത് ആത്മമണ്ഡലത്തെ വാഴുന്നവനാണ്. രോഗശക്തികളോട് യേശു കൽപ്പിച്ചാൽ രോഗശക്തികൾ മാറും, ശാപശൂന്യതകൾ തകരും, ആഭിചാര മണ്ഡലങ്ങൾ തകരും. കാരണം യേശു ആത്മമണ്ഡലത്തിൽ വാഴുന്നവനാണ്. യേശുവിന് അധികാരമുണ്ട്, യേശുവിന് സകലത്തിന് മേലും അധികാരമുണ്ട്. ഹല്ലേലൂയ. ഇത് യഹൂദന്മാർക്ക് മനസ്സിലായില്ല, പക്ഷേ വിജാതീയനായ ഈ ശതാധിപന് മനസ്സിലായി. ഇന്ന് ദൈവമക്കളായ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുകളിൽ ആത്മമണ്ഡലമാണ് പ്രൈസ് ഗോഡ് പ്രശ്നം മുഴുവനും. രോഗശക്തികളാണ് പ്രശ്നം. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകേണ്ടതിനും. പക്ഷെ കള്ളൻ വരുന്നത് അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും. To steal, kill and destroy. Hallelujah. അങ്ങനെയാണെങ്കിൽ പിശാചാണ് നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചയുടെ പുറകിൽ, രോഗത്തിന്റെ പുറകിൽ. പക്ഷേ ഇവന്റെ മേൽ ആർക്ക് അധികാരമുണ്ട്? യേശുവിന് അധികാരമുണ്ട്. യേശു വാഴുന്നു. ഹല്ലേലൂയ. രോഗത്തിന്റെ മേൽ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, തകർച്ചയുടെ മേൽ, പിശാചിന്റെ സകല ആധിപത്യങ്ങളുടെ മേലും യേശു വാഴുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. രോഗികൾ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെക്കുക. പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ. യേശു വാഴുന്നു എന്നുള്ള സത്യം അവർ ഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായി യേശു അവരുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. സുവിശേഷം സ്വീകരിച്ച ഓരോരുത്തരുടെ ഉള്ളിൽ ദൈവശക്തിയായി യേശു വ്യാപരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ അവർ ഇന്ന് അവരെ എതിർക്കുന്ന ശക്തികളുടെ മേൽ എഴുന്നേൽക്കട്ടെ. കർത്താവേ, രോഗശക്തികൾ യേശുവിന് മുമ്പിൽ കീഴടങ്ങട്ടെ. രോഗശക്തികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കീഴടങ്ങട്ടെ. ശാപങ്ങൾ, ശൂന്യതകൾ തകരട്ടെ. ആഭിചാര ശക്തികൾ തകരട്ടെ. ജനം മുമ്പോട്ട് പോകട്ടെ. കർത്താവേ, തടസ്സപ്പെടുന്ന പ്രതിസന്ധിയുടെ മുകളിൽ യേശുവിൻ നാമത്തിൽ വാഴ്ച നടത്തുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ദൈവ തേജസ് വെളിപ്പെടുത്തുന്നതായ ദൈവത്തിന്റെ അധികാരത്തിൽ വാഴ്ച നടത്തുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. കർത്താവേ, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ശുശ്രൂഷ താങ്കൾക്ക് വിടുതലും നന്മയും അനുഗ്രഹവുമായിരുന്നു എങ്കിൽ പാസ്റ്റർ ജെറിയെ കോണ്ടാക്ട് ചെയ്യുവാൻ ഞങ്ങൾ അവസരം ഒരുക്കുന്നു. തീർച്ചയായിട്ടും ഇനി വിളിക്കുമ്പോൾ പാസ്റ്റർ ജെറി, പ്രത്യേകിച്ച് തിരുവല്ല ചുറ്റുപാട് താമസിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ദൈവദാസനെ കോണ്ടാക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഒരാവശ്യം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരാവശ്യമുള്ളപ്പോൾ അവർ കുടുംബമായി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കർത്തൃദാസൻ അവരുടെ കുടുംബമായി അവർ സന്നദ്ധമായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. പാസ്റ്റർ ജെറിയെ പ്രത്യേകം അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നമ്പറുകൾ തരാൻ പറ്റും. നോക്കിക്ക്, കെട്ടുകണക്കിന് വിവരങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുവാൻ സന്മനസ് കാണിക്കുന്ന ഓരോരുത്തരോട് ഞങ്ങൾ നന്ദി പറയും. ഈ ശുശ്രൂഷ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹമാണ്, വിടുതലാണ്. ഉറപ്പായി ഞാൻ പറയട്ടെ, ഞങ്ങൾക്കറിയാൻ വയ്യാത്തൊരു മേഖലയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊരു ശുശ്രൂഷ ലോകത്തിൽ ആരും ചെയ്തിട്ടുമില്ല. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ചോദിക്കാൻ ലോകത്തിൽ ആരുമില്ല, ഒരു ഭാഷയിലുമില്ല. ഒരേ ഒരുവൻ മാത്രം, സ്വർഗത്തിലെ ദൈവം, പരിശുദ്ധാത്മാവ് മാത്രം ഈ ശുശ്രൂഷയിൽ പോരുന്നിരിക്കുന്നു. ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ഈ ശുശ്രൂഷയുടെ DVD താങ്കൾക്ക് ലഭ്യമാണ്. കൂട്ടുകാർക്ക്, പ്രിയപ്പെട്ടവർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇതിന്റെ കോപ്പികൾ, DVD വാങ്ങിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. 2 ദിവസം കഴിഞ്ഞ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ ഞങ്ങൾക്ക് അതിന്റെ വിശദാംശങ്ങൾ നൽകുവാൻ കഴിയുന്നതാണ്. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ
അനേക കർത്തൃദാസിദാസന്മാർ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഓരോ വ്യക്തിയോട് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് ദൈവത്തിന്റെ ശ്രേഷ്ഠതയുടെ, ഉയർച്ചയുടെ, നന്മയുടെ ദിവസങ്ങളാകയാൽ. And the good news is Jesus reigns. യേശു വാഴുന്നു. എല്ലാവരും ഈ സമാപന സമയത്ത് രണ്ട് കരങ്ങളും ഉയർത്തി എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ്. ഞാൻ ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ശാപങ്ങൾ മുറിഞ്ഞു മാറേണ്ടതിന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ശുശ്രൂഷയിൽ ഒരു പുതിയ ഉയരത്തിലേക്ക് വരേണ്ടതിന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Hallelujah, hallelujah, hallelujah. And the good news is Jesus reigns. Jesus reigns. Jesus reigns. Jesus reigns. യേശു വാഴുന്നു. യേശു വാഴുന്നു. ഇവിടെ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, ഇമെയിലുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, SMS വന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ വിവരങ്ങളും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വിഷയത്തിൻ്റെ മേലും ഞങ്ങൾ കരം വെച്ച് പ്രാർത്ഥിക്കും. യേശു അത്ഭുതം പ്രവർത്തിക്കും. രണ്ട് കരങ്ങളും ഉയർത്തി രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആക്സിഡന്റ് ആയിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഡോക്ടർ ഉഷയുടെ ബ്രദർ വീട് ഉച്ചയ്ക്ക് 1 മണിക്ക് ഓപ്പറേഷന് വേണ്ടി അദ്ദേഹത്തെ കയറ്റുന്നത് പ്രാർത്ഥിക്കുവാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. ബ്രസ്റ്റിൽ മുഴയായിട്ട് ഭാരപ്പെടുന്നു. ജിൻസി ആർപ്പുക്കരയിൽ നിന്ന് വിളിച്ചു പറയുന്നു, മസ്കറ്റിൽ നിന്ന് മകളുടെ കോളേജിൽ പ്രയർ ഉണ്ടാകണം, പഠനത്തിൽ ഉന്നതി ഉണ്ടാകണം, മൂത്ത മകള് വിദേശത്ത് പോകണം. ഒരുപാട് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. രോഗികൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്ന രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെക്കുക, അല്ലെങ്കിൽ ഓടിയ സ്ക്രീനിലേക്ക് വന്ന് തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം വ്യക്തമായി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. സാമ്പത്തിക ഗതിയിലൂടെ പോകുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ട്. ഇസ്ഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചു. അപ്പനപ്പന്മാരുടെ കാലത്ത് മുതൽ കുടുംബത്തിൽ വാഴുന്ന ശാപങ്ങളുണ്ട്. യേശു വാഴുവാൻ അനുവദിക്കുമ്പോൾ അത് മുഴുവൻ മാറിപ്പോകുന്നു. യേശു കൂടെ നിൽക്കുമ്പോൾ അത് മുഴുവൻ മാറുന്നു. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആ ദാരിദ്ര്യത്തിന്റെ കോലിന്, ആ സാമ്പത്തിക കെടുതികള്, ആ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തുന്ന തലമുറകളായി ഇല്ലായ്മകള്, നഷ്ടങ്ങള്, ദാരിദ്ര്യങ്ങള്, കെടുതികള്, ആത്മഹത്യകള്, നാണംകെട്ട അവസ്ഥകള്, അതപ്പതിക്കുന്ന അവസ്ഥകള്, തലമുറകളിലേക്ക് കൈമാറി നിൽക്കുന്ന ആ ശക്തികള് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ മുറിച്ചു കളയുന്നു. യേശുവിൻ നാമത്തിൽ ജീവിതങ്ങൾ സാമ്പത്തിക മണ്ഡലത്തിൽ ഉയർച്ച പ്രാപിക്കട്ടെ. ബിസിനസ്സുകൾ, കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പഠന മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിതത്തിന്റെ വിവിധ മേഖലകൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുക. 10,000കണക്കിന് കുടുംബങ്ങൾ ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു വാഴുന്നു. യേശു വാഴുന്നു. യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ കൃപ ഇപ്പോൾ അവിടെ ഇറങ്ങട്ടെ. ദൈവ സ്നേഹത്താൽ അവർ നിറയപ്പെട്ടിട്ട് യേശുവിൻ നാമത്തിൽ പിതാവ്. എല്ലാവരും എഴുന്നേറ്റ് രണ്ട് കരങ്ങൾ ഉയർത്തി. പോലെയാരുമില്ല, ആ ഭവനത്തിനകത്ത്, ആശുപത്രിയിലാകട്ടെ, ഓഫീസിലാകട്ടെ, അടുത്തടുത്ത് നിൽക്കുന്നവർ കരങ്ങൾ കോർത്തു പിടിച്ചു, കരങ്ങൾ കോർത്തു പിടിച്ചു. എന്റെ കൂടെ പാസ്റ്റർ രാജൻ, പാസ്റ്റർ ദീപു, പാസ്റ്റർ ജെറി മുമ്പോട്ട് കടന്നു വരാൻ പോവുകയാണ്. ഞങ്ങൾ ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി കരങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഞങ്ങൾ കരങ്ങൾ കൊടുത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തമ്മിൽ കരങ്ങൾ കൊടുത്താട്ട് അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടവരാകിയ ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ തമ്മിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലോക രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് കർത്തൃദാസന്മാർ ഞങ്ങളോടൊപ്പം ഇപ്പോൾ നിൽക്കുമ്പോൾ, ദൈവജനം ഒന്നിച്ചു നിൽക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ യേശു വാഴുന്നു എന്ന അനുഗ്രഹം അവരുടെ മേൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. We release the blessings of God over the lives of people in Jesus. Bless them, prosper them, use them. അവരെ അനുഗ്രഹിച്ച് അവിടുന്ന് അവരെ വർദ്ധിപ്പിച്ച് അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ അവിടുന്ന് അവരെ ഉയർത്തിക്കാട്ട് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ത്യയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തമിഴ്നാടിനെ അനുഗ്രഹിക്കുന്നു. ലോക രാജ്യങ്ങളെ അനുഗ്രഹിക്കുന്നു. ഏഷ്യൻ രാജ്യങ്ങളെ അനുഗ്രഹിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളെ അനുഗ്രഹിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെ അനുഗ്രഹിക്കുന്നു. മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളെ അനുഗ്രഹിക്കുന്നു. We bless Israel.
യെരൂശലേമിന്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യെരൂശലേമിന്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തെയും അത് പ്രദാനം ചെയ്യുന്ന ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ കരം വയ്ക്കേണ്ടതിന് അങ്ങയുടെ ദാസന്മാരാக ഞങ്ങൾ ഒന്നു ചേർന്ന് ഈ വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകര ദൈവവചനത്തിന്റെ വിടുതല്, യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ ഇവരിൽ ഇറങ്ങട്ടെ. Wherever they are, Lord, touch them, Lord, encircle them, Lord. Be full of the Holy Spirit. ആത്മനിറവിനാൽ നിറയട്ടെ, ആത്മാവിനാൽ നിറയട്ടെ, യേശുവിന്റെ ആത്മാവിനാൽ നിറയട്ടെ. ഇപ്പോൾ തന്നെ ഓരോരുത്തരും ആത്മാവിനാൽ നിറയട്ടെ, ആത്മാവിനാൽ നിറയട്ടെ, ദൈവാത്മാവിനാൽ നിറയട്ടെ. വിശ്വസിച്ച് സ്വീകരിക്കുക. Receive him now in Jesus' name. In Jesus' name. In Jesus' name. എല്ലായിടത്തും സകല ജാതികളുടെ മേല് അന്ത്യകാലത്ത് എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ അങ്ങയുടെ വചനപ്രകാരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിക്കുന്ന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ ജീവിതത്തിന്റെ മേല് ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ നിറവ് ഉണ്ടാകട്ടെ. ഓ ഹല്ലേലൂയ. സ്വർഗീയ അഗ്നിയാൽ നിറയട്ടെ, സ്വർഗീയ അഗ്നിയാൽ നിറയട്ടെ, സ്വർഗീയ അഗ്നിയാൽ നിറയട്ടെ. Fill them, Lord, fill us, Lord, with heavenly fire, heavenly fire. We declare heavenly fire. Bless them. Heavenly fire ഇറങ്ങട്ടെ, സ്വർഗീയ അഗ്നി ഇറങ്ങട്ടെ, ദൈവാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. ഇന്ത്യയിൽ സഭയിൽ ദൈവാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. യെസ്, ആലയത്തിന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ദൈവത്തിന്റെ മഹത്വം ശക്തമാകട്ടെ, സാന്ദ്രത കൂടിയതാകട്ടെ. വീണുപോയ ദാവീദിന്റെ കൂടാരങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന ദൈവകൃപ, ദൈവശക്തി. Oh Lord, you said, I will raise up the fallen tabernacles of David. And we pray, Father, we see that is happening. Let it come. Together we say, Jesus reigns. ഞങ്ങൾ ഒന്നിച്ചു പറയുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നു. ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നു. ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ, യേശു വാഴുന്നു, യേശു വാഴുന്നു. ജീസസ് റെയിൻസ്. യേശു വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നു. ജീസസ് റെയിൻസ്, Jesus reigns. യേശു വാഴുന്നു, ജീസസ് reigns. യേശു വാഴുന്നു. മഹിമയിൻ രാജാ, മഹിമയിൻ രാജാ, മഹിമയിൻ രാജാ, മഹിമയിൻ രാജാ. യേശു വാഴുന്നു, യേശു വാഴുന്നു, യേശു വാഴുന്നു. കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്ത് നമ്മെ ബലപ്പെടുത്തിയ കർത്താവ് വീണ്ടും തിങ്കളാഴ്ച പകൽ കാണാം എന്ന ക്രിസ്തുവിലുള്ള പ്രത്യാശയോടെ. Yes Lord. Thank you Holy Spirit. Bless you Holy God. Bless you Holy God. പുറത്തിരിക്കുന്നവർ കൂടെ ചില നിമിഷങ്ങളകത്ത് വേണമെങ്കിൽ വരാവുന്നതാണ്. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം, നമ്മെ ബലപ്പെടുത്തിയ കർത്താവിന് നന്ദി.